തല്ലാൻ വരുന്ന പോലെ വരുന്നത് ശങ്കരു അല്ലേ? എന്തുകൊണ്ട് എന്തിനാ മീനൂട്ടിയെ തല്ലാൻ പോയത്? അടിക്കാൻ വരുന്നല്ലോ ഇങ്ങനെ ഇങ്ങനെ. മീനൂട്ടിയെ തല്ലരുത്. മീനൂട്ടി ഞങ്ങളുടെ സ്വന്തം തല്ലുകൂടാ നീ. സ്വപ്ന റാണിയാണ് മീനൂട്ടി. നഹി കേട്ടോ? നഹി എന്ന് പറഞ്ഞ നഹിന്ന് ആണ്ട് ഇവൻ എന്നോട് പറ്റി. ഈ മാറ്റിയിടാവോ? തല്ലൂലാന്നോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ട്രാൻസ്ലേറ്റ് ചെയ്യണ റിമി ചേച്ചി. क्योंकि जब मैं मलयालम में बोलता हूँ तब आप लोग मुझे टीज करते हो क्योंकि मेरा मलयालम ग्रामर ठीक नहीं है. मलयालम ग्रामर अच्छा है. मलयालम में बोलो. तुम्हारा मलयालम अच्छा है. एक तो आप मुझे टीज मत करो या फिर नहीं, हम लोग कभी टीज नहीं किया है. ये पूरा ये शो मलयाली लोग देख रहे हैं ना, पूरा हिंदी में बात करेगा तो कैसे सब लोग को समझाएगा, समझेगा. कैसे 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 बोलो कैसे? मैं ठीक हूँ. चलो मलयालम में बोलो. हिंदी गाना गा रहे हैं तो फिर क्यों? അല്ലേ? ഏത് പാട്ടാ മോനെ? മധുരം ജീവാമൃത ബിന്ദു. എനിക്ക് തോന്നി. പക്ഷെ ഇത് വളരെ സിമ്പിൾ പാട്ടായി മോനെ എടുത്ത്. വളരെ എളുപ്പത്തിൽ പാടാം. വളരെ എളുപ്പം നിനക്ക് പാടാൻ പറ്റുന്ന പാട്ടാണ്. എന്തുകൊണ്ട് നീ കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള പാട്ട് എടുക്കാത്തത് എന്താ? ഇനി ഇല്ല ടഫ് ആയിട്ടുള്ള. എന്തായാലും നമുക്ക് നോക്കാം. അതെ. എന്തെങ്കിലും പറയാനുണ്ടോ? അംഗം കുറിക്കാൻ പോവല്ലേ? ചെങ്കോലൊക്കെ ആയിട്ട് നിക്കുക അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ബോംബെന്ന് കാറിലും കണ്ടു വന്നൊരു കഥ ഉണ്ടായിരുന്നോ? അന്നത്തെ പറഞ്ഞു കൊടുക്ക. ബോംബെന്ന് കാറി വന്നത് അങ്ങ് ഞാനും കേട്ടിട്ടില്ല. ഫ്രഷ് കഥയാ. ഒരിക്കലോ അല്ല, എപ്പോഴും നമ്മളുടെ ഫാമിലി എപ്പോഴും ബോംബെ ടു കേരളം ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പൊ ഒരിക്കൽ അച്ഛൻ നമ്മളോട് എല്ലാവരോടും പറഞ്ഞു ഈ പ്രാവശ്യം നമുക്ക് ഫ്ലൈറ്റിൽ പോണ്ട, കാറിൽ പോയാലോ. അപ്പൊ നമ്മളെല്ലാരും അഗ്രി ചെയ്തു. അങ്ങനെ കാറിന്റെ ഡോർ തുറന്ന് കയറി. അടുത്ത ദിവസം രാവിലെ നമ്മള് കാറിനകത്ത് കയറിയിട്ട് ജോണി സ്റ്റാർട്ട് ചെയ്തു. ജോണി ഡ്രൈവർ ഇങ്ങനല്ലേ? ജേർണിയോ? ഞാൻ വിചാരിച്ച ഡ്രൈവർ ആയിരിക്കും ജോണി. ശരി, എന്നിട്ട് ആദ്യം നമ്മള് ബോംബെന്ന് ഗോവയിലേക്ക് പോയി. അങ്ങോട്ട് എന്തിനാ പോയത്? ജോണിയുമായിട്ട്. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം കേരളത്തിൽ എത്തുക എന്നുള്ളതല്ല. പോകുന്ന വഴിക്കൊക്കെ എൻജോയ് ചെയ്യാ. എല്ലായിടത്തും അല്ല, ഗോവ വഴി വന്നു അത്രേ ഉള്ളൂ. എന്നിട്ട് ഗോവയിൽ എത്തിയിട്ട് അവിടെ ഇറങ്ങി. അപ്പൊ ആദ്യം നമ്മൾ ബോംബെന്ന് ഗോവയിലേക്ക് കയറി, ഗോവയിൽ നിന്ന് കർണാടകയിലേക്ക് കയറി, കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കയറി. തമിഴ്നാട്ടിൽ കേറിക്കൊണ്ടിരുന്ന സമയത്ത് പുലി വന്നു. ജോണി അച്ഛൻ ഗൂഗിൾ മാപ്പ് നോക്കിയാ ഓടിക്കുന്നത്. അപ്പൊ അച്ഛൻ ഗൂഗിൾ മാപ്പിനെ തന്നെ ട്രസ്റ്റ് ചെയ്താ പോകുന്നത്. അച്ഛൻ വിചാരിച്ചത് നമ്മൾ ഹൈവേ വഴിയാ പോകുന്നതെന്ന്. പക്ഷെ ചെന്ന് കാട്ടിലേക്ക് ഒരു പുലിയുടെ വായില് എനിക്ക് തോന്നി ഒരു പുലിവണം വന്നു. സത്യമംഗലം ഗാർഡൻ. ഒരു സന്ധ്യാനേരമായിരുന്നു, ഒരു 7-8 മണിയായിരുന്നു. ഭയങ്കര ഇരുട്ടായിരുന്നു. നാമം ജപിക്കണ്ടേ? വണ്ടിക്കകത്തിരുന്ന് ജപിച്ചോ? പോയിക്കൊണ്ടിരുന്ന സമയത്ത് പകുതി വഴിയില് ഒരു സൈഡിലൊരു വലിയൊരു കല്ല് കണ്ടു. നമ്മള് അച്ഛനോട് ചോദിച്ചു ഇതെന്താ ഇത്ര വലിയൊരു കല്ലിരിക്കുന്നെന്ന്. അച്ഛൻ പറഞ്ഞു അത് കല്ലല്ല, അത് കാട്ടാനാന്ന്. ഫുൾ സ്പീഡിൽ അച്ഛൻ ഓടിച്ചോണ്ട് പോയി. കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു കാട്ടാന റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. പകുതി റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കോ. ഇത് സൈഡിലല്ല, പകുതി റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കോ. അപ്പൊ അമ്മൂമ്മ ഭാഗവതം തുറന്നു. അതുകൊണ്ട് അച്ഛൻ എങ്ങനെയൊക്കെയോ ചെയ്ത് എന്റെ തുമ്പിക്കൈയുടെ അടിയിലൊന്ന് തുമ്പിക്കൈ ഇങ്ങനെ മാറ്റിയിട്ട് അടിയിലൂടെ ജോണി എന്റെ അടിയിൽ നിന്ന് എങ്ങനെയൊക്കെയോ ചെയ്ത് പോയി. എന്റെ ഭയങ്കര അഡ്വഞ്ചറസ് പീപ്പിൾ ആണ്. ആന നിൽക്കുന്നതിന്റെ തുമ്പിക്കൈ മാറ്റി അടി കൂടെ പോണെന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ ഓടി പിന്നെ പോയപ്പോ ഉണ്ടാ ബോംബെയിൽ വീട്ടിന് നടയില്. എനിക്ക് തോന്നുന്നു ജുറാസിക് പാർക്കിന്റെ കഥ മലയാളത്തിലാക്കിയതാണോ ഇത്? ആണോ? അല്ല, എന്നിട്ട് എന്താ സംഭവിച്ചു? കുറച്ചു നേരം കഴിഞ്ഞ് മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് വലിയൊരു ബ്ലോക്ക്, കൊറേ വണ്ടികൾ അവിടെ നിക്കുക സ്റ്റോപ്പ് ചെയ്ത്. എന്നുവെച്ചൊക്കെ അവർക്കൊക്കെ ഭയങ്കര പേടി, ആനയും കാട്ടാനും ഒക്കെ. കാരണം അവർ മുമ്പോട്ട് പോകുന്നില്ല. അച്ഛൻ ഇറങ്ങിയോ? ഇല്ല, പിന്നെ സൈഡിൽ കൂടെ ഓടിച്ചോണ്ട് പോയി. വന്നിട്ടില്ല ഇവിടെ. അച്ഛനൊന്ന് കാണാൻ കാത്തിരിക്കുക ഞാൻ. എന്തായാലും നമ്മൾ ചോദിച്ചോണ്ട് ഈ കഥ കേൾക്കാൻ പറ്റും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.